പാണ്ടിക്കാട്ടെ കസ്റ്റഡി മരണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധം. കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയാണ്. DCC പ്രസിഡന്റ് VS ജോയിയുടെ നേതൃത്വത്തിലാണ് ഉപരോധ സമരം. പന്തല്ലൂർ കടമ്പോട് സ്വദേശി മൊയ്തീൻകുട്ടി ആലിങ്കലാണ് സ്റ്റേഷനിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. പോലീസ് മർദ്ദിച്ചതാണ് മരണകാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. അഷ്കർ അലി കരിമ്പ നൽകും വിവരങ്ങൾ. അഷ്കർ, വലിയ പ്രതിഷേധമാണോ അവിടെ നടക്കുന്നത്? എന്താണ് മരണകാരണം എന്നത് സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? വിനിത, ഇന്ന് പുലർച്ചെയാണ് പന്തല്ലൂർ കടമ്പോട് സ്വദേശിയായിട്ടുള്ള മൊയ്തീൻകുട്ടി എന്ന ഈ 34-കാരൻ മരിക്കുന്നത്. പോലീസ് മർദ്ദനം മൂലമാണ് മൊയ്തീൻകുട്ടിയുടെ മരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. കഴിഞ്ഞ ദിവസം പാണ്ടിക്കാട് പ്രദേശത്ത് ഒരു ഉത്സവം ഉണ്ടായിരുന്നു. ഈ ഉത്സവത്തിനോട് ഒരു സംഘർഷം ഉണ്ടാവുകയും ഇതുമായി ബന്ധപ്പെട്ട് 7ഓളം പേരെ ഇന്നലെ ചോദ്യം ചെയ്തതിനു വേണ്ടി പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു. ഈ കൂട്ടത്തിലാണ് പന്തല്ലൂർ സ്വദേശിയായ മൊയ്തീൻകുട്ടിയും പാണ്ടിക്കാട് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. എന്നാൽ അവിടെ വെച്ച് മറ്റ് ചിലരെ മർദ്ദിച്ചപ്പോൾ തന്നെ താൻ ഹൃദ്രോഗിയാണെന്നും തന്നെ മർദ്ദിക്കരുതെന്നും മരിച്ച മൊയ്തീൻകുട്ടി പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇത് വകവയ്ക്കാതെ പോലീസ് മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ ആരോപിക്കുന്നത്. തുടർന്ന് പോലീസ് സ്റ്റേഷൻ തന്നെ കുഴഞ്ഞു വീണ മൊയ്തീൻകുട്ടിയെ പോലീസ് തന്നെയാണ് ആദ്യം പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്കും പിന്നീട് പെരിന്തൽമണ്ണയിലെ മറ്റൊരു ആശുപത്രിയിലേക്കും എത്തിക്കുന്നത്. പിന്നീട് അവിടെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുമായിരുന്ന മൊയ്തീൻകുട്ടി ഇന്ന് രാവിലെ മരണപ്പെടുകയായിരുന്നു. എന്നാൽ പോലീസ് വ്യക്തമാക്കുന്ന കാര്യം അത്തരത്തിലുള്ള മർദ്ദനം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇയാൾ കടുത്ത ഹൃദ്രോഗിയാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾ കടുത്ത ഹൃദ്രോഗിയാണെന്നുള്ള പ്രാഥമിക പരിശോധനയിൽ തന്നെ ഇന്നത്തെ ആശുപത്രിയിൽ നിന്നും ഇയാളെ ചികിത്സിച്ച ഡോക്ടറും സ്ഥിരീകരിക്കുന്നുണ്ട്. 25% പ്രവർത്തനം മാത്രമേ ഇയാളുടെ ഹൃദയത്തിന്റെ രക്തം പമ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. ഒരു സർജറി ചെയ്യാൻ പോലും പറ്റാത്ത ഒരു ശാരീരികാവസ്ഥ മൊയ്തീൻകുട്ടിക്കുണ്ടായിരുന്നു. മാത്രമല്ല, ശരീരത്തിൽ മർദ്ദമേറ്റതിന്റെ പാടുകൾ താൻ കണ്ടിട്ടില്ല എന്നും ഡോക്ടർ പറയുകയുണ്ടായി. പക്ഷേ മരണത്തിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നുണ്ട്. മൊയ്തീൻകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് അഷ്കർ തുടർ വിവരങ്ങൾ ശേഖരിക്കുക. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ നമുക്ക് മരണകാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. അഷ്കർ അലി കരിമ്പയാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.